ഹലോ അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന വിഭവം ഒരു അറബി ഡിഷ് ഫൂലാണ്. ഇത് കുബൂസിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ്. ചെറിയ പിള്ളേർക്കും ഇത് കഴിക്കാം, എരിവൊക്കെ കുറഞ്ഞ കാരണം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസുകൾ എന്തെല്ലാം നോക്കാം. ഒരു വലിയ ഉള്ളി, ഒരു തക്കാളി, 2 പച്ചമുളക്, 4 ഇല്ലി വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, സബോള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്, വറുത്ത് പൊടിച്ചതാണ്. ബീൻസ്, ഒലീവ് ഓയിൽ, ഉപ്പ്. ഇതാണ് ടിന്നിൽ വരുന്ന ബീൻസ്. ഇനി ഒരു മിക്സിൻ്റെ ജാറിലോട്ട് തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ടിന്നിലുള്ള ബീൻസ് അതൊരു ബൗളിലോട്ട് ഇട്ട് നല്ല പോലെ അത് ഉടച്ചെടുക്കണം. കട്ട ഇല്ലാത്ത രീതിയിൽ ഉടച്ചെടുക്കണം. ഇനി ഒരു പാൻ വെച്ച് 1 ടേബിൾ സ്പൂൺ ഓയിലിട്ട് വലിയ ഉള്ളി, കുറച്ച് സോൾട്ട് കൂടെ ഇട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ അരച്ച് വെച്ച തക്കാളിയുടെ പേസ്റ്റാണ് ഇതിലോട്ട് ഇട്ട് കൊടുത്തത്. അതും നല്ല പോലെ ഉള്ളിയും അതും തമ്മിൽ നല്ല മിക്സ് ചെയ്തെടുക്കണം. ഇനി ഉടച്ചെടുത്ത ബീൻസും കൂടെ ഇട്ട് കൊടുത്ത് മസാലകളെല്ലാം കൂട്ടിച്ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതിലോട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കാം. ഇനിയാണ് ഇതിലോട്ട് നല്ല ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരും. അപ്പോൾ ഇത് നല്ല പോലെ ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഫുൾ ഇവിടെ ഓക്കെ ആയി. ഇനി അതിലോട്ട് ഒലീവ് ഓയിലൂടെ ഇട്ട് കൊടുത്തു. 1 കഷ്ണം ലൈം ജ്യൂസ് കൂടെ ചേർത്ത് നല്ല പോലെ ഇനി ഇളക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ അറബി ഡിഷ് ഫുൾ ഇവിടെ റെഡിയായി. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.